ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9:1 മുതൽ വായിക്കുന്നത്, കർത്താവിൻ്റെ ആലയവും രാജധാനിയും മറ്റ് തനിക്ക് ഉണ്ടാക്കുവാൻ താല്പര്യമുണ്ടായിരുന്നതൊക്കെയും ശലോമോൻ പണിതു തീർന്ന ശേഷം കർത്താവ് ഗിബെയോനിൽ വെച്ച് ശലോമോന് പ്രത്യക്ഷനായതുപോലെ 2-ാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി. അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ എൻ്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന നിൻ്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അത് എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശദീകരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥയോടും കൂടെ നിൻ്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തിൽ ഇരുപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകുകയില്ല എന്ന് ഞാൻ നിൻ്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിൻ്റെ രാജത്വത്തിൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ട് മാറി നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. എൻ്റെ നാമത്തിനു വേണ്ടി ഞാൻ വിശദീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഇസ്രായേൽ സകല ജാതികളുടെയും ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവുമായിരിക്കും. ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നു പോകുന്ന യവനും അതിനെ കണ്ട് സ്തംഭിച്ച് ചൂളകുത്തി, കർത്താവ് ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്ത് എന്ന് ചോദിക്കും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നു എന്ന് അതിന് ഉത്തരം പറയും. ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡം കൊണ്ട് അവസാനിപ്പിച്ച ശലോമോനിൽ തുടങ്ങി പിന്നീട് വന്ന രാജാക്കന്മാർ ഒക്കെയും ആ നിലയിൽ അധപ്പതിച്ചതായി കാണുന്നു. എന്നാൽ ഹിസ്കിയാ രാജാവിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ് നമുക്കുള്ളത്. അങ്ങനെയാണ് വായിക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20:1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്, ആ കാലത്ത് ഹിസ്കിയാ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു എന്നാണ്. യെശയ്യാ ചെന്ന് പറഞ്ഞത് ശ്രദ്ധിച്ച രാജാവ് ദൈവമുഖത്തേക്ക് മാത്രം നോക്കി കരഞ്ഞു. ദൈവം അവൻ്റെ ആയുസ്സിനോട് 15 വർഷം നീട്ടിക്കൊടുത്തു. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് യേശു കർത്താവ് ലൂക്കോസ് സുവിശേഷം 15:7-10 പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. മറ്റ് രാജാക്കന്മാർ എല്ലാം തന്നെ 2 ചേരിയായി തമ്മിൽ തല്ലി ഒന്നിനൊന്ന് നിലംപരിശായിക്കൊണ്ടിരുന്നു. ദൈവവചനം പരിശോധിക്കുമ്പോൾ വിശാലമായ വഴിയെക്കുറിച്ചും ഇടുങ്ങിയ വഴിയെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് കാണാം. വിശാലമായ വഴിയിൽ കൂടുതൽ ആളുകളുണ്ട്. അരുതാത്തതായ പലതും ആ വിശാലതയിലുണ്ട് താനും. അതിൻ്റെ അവസാനമോ നാശമാണ്. അത് വ്യക്തമാക്കി രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. എങ്കിലും ആ വഴിയെ സഞ്ചരിക്കുവാൻ കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്നു. കാരണം നയനാനന്ദകരവും ജഡീക താല്പര്യങ്ങളുടെ സംരക്ഷണവും അവിടെയുണ്ട്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ചാവുമ്പം ചാകട്ടെ, അല്ലാതെ ഒരു ചിന്തയുമില്ല. ഇടുങ്ങിയ വഴിയെ പോകുന്നത് ചുരുക്കമാണ്. അത് എത്തിച്ചേരുന്നത് നിത്യജീവനിലാണ്. വിശാലതയിലൂടെ യാത്ര ചെയ്ത് അല്പകാലം സുഖം അനുഭവിച്ച് നിത്യത മുഴുവൻ ദണ്ഡനം അനുഭവിക്കണമോ, അതോ അല്പകാലം ഒന്ന് ശ്രദ്ധിച്ച് ജീവിതത്തെ നിയന്ത്രിച്ച് ഇടുക്ക് വാതിലൂടെ അക്കരയെത്തി നിത്യകാലം സമാധാനത്തിൽ കഴിയണമോ ചിന്തിക്കുക. ശലോമോൻ പണികഴിപ്പിച്ച ആലയം ദൈവനാമമഹത്വത്തിനായി സമർപ്പിക്കപ്പെട്ടപ്പോൾ ദൈവം അരുളി ചെയ്തത്, ആ ആലയം യോഗ്യമായിരുന്നാൽ ദൈവത്തിൻ്റെ കണ്ണും ഹൃദയവും അവിടെ ഇരിക്കും എന്നാണ്. ഇത് ദൈവത്തിൻ്റെ ആവശ്യപ്രകാരം പണി കഴിപ്പിച്ചതല്ല. നിങ്ങളൊക്കെ കൊട്ടാരത്തിൽ കഴിയുന്നു, ഞാൻ കൂടാരത്തിലാണ് വസിക്കുന്നത്, അതെനിക്ക് മടുത്തു, അതുകൊണ്ട് ഒരു നല്ല ആലയം എനിക്കും വേണം എന്ന് ദൈവം ഒരിക്കലും ആരോടും പറഞ്ഞിട്ടുമില്ല. ദാവീദ് രാജാവ് കൊട്ടാരത്തിൽ ഇരുന്നപ്പോൾ തൻ്റെ ഹൃദയാന്തർഭാഗത്തുകൂടെ കടന്നുപോയ ചിന്തയാണത്. എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ തേജസ് വസിക്കുമാറ് ഒരാലയം പണിയണം. ദൈവം ദാവീദിൻ്റെ ആഗ്രഹത്തെ മാനിച്ചു. ശലോമോനെ പണിക്കായി നിയോഗിക്കുകയും ചെയ്തു. നമുക്കും നല്ല ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടാകട്ടെ.
ചിലത് നമ്മുടെ ജീവിതകാലത്ത് സാധിപ്പിച്ചു എന്ന് വരാം, ചിലത് മക്കളുടെ കാലത്തായിരിക്കാം സാധിപ്പിക്കുന്നത്. എങ്ങനെയായാലും അത് ദൈവനാമ മഹത്വത്തിന് തന്നെ ആയിരിക്കണം. ദൈവനാമത്തിൽ ഇന്നത് ചെയ്തേ മതിയാവൂ എന്ന് ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. എന്നാൽ അങ്ങനെ തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്തേ പറ്റൂ. എന്നാൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരാൺ ഉണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ എന്ന മലാഖിയുടെ പുസ്തകം 1:14 ഓർത്തു പോകുന്നു. ഇസ്രായേൽ മക്കളുടെ ഭാഗത്തു നിന്ന് ആ വക ചെയ്തികൾ വന്നു. തൽഫലമായി രാജാക്കന്മാരുടെ 1 പുസ്തകം 9:7 പറയും പ്രകാരം, എൻ്റെ നാമത്തിനു വേണ്ടി ഞാൻ വിശദീകരിച്ച ഈ ആലയം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും എന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു. രാജാക്കന്മാരുടെ 2 പുസ്തകം 25:8 മുതൽ വായിക്കുന്നത്, നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിൻ്റെ 19-ാം ആണ്ടിൽ ബാബേൽ രാജാവിൻ്റെ ഭൃത്യനായി അകമ്പടി നായകനായ നെബൂസരദാൻ യെരൂശലേമിൽ വന്നു. അവൻ കർത്താവിൻ്റെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. അകമ്പടി നായകനോടുകൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യമൊക്കെയും യെരൂശലേമിൻ്റെ ചുറ്റുമുള്ള മതിലുകളെ ഇടിച്ചു കളഞ്ഞു. നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനത്തെയും ബാബേൽ രാജാവിനെ ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസരദാൻ കൊണ്ടുപോയി. ഈ അടിമത്തം 70 വർഷം നീണ്ടുനിന്നു. ഇതിനെ പ്രവാസകാലം എന്ന് അറിയപ്പെടുന്നു. ഇവിടെ നിന്ന് ലഭിക്കുന്ന ബുദ്ധിപദേശം എന്തെന്നാൽ, ദൈവിക കാര്യങ്ങളും ദൈവാലയ കാര്യങ്ങളും ദൈവവചന സത്യങ്ങൾ മനസ്സിലാക്കാതെ തങ്ങളുടെ താല്പര്യമനുസരിച്ച് ക്രമപ്പെടുത്തിയാൽ ആ വ്യക്തിയെയും സ്ഥാപനത്തെയും ദൈവ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് വരാവുന്നതാണ്. ആയതിനാൽ ദൈവിക കാര്യങ്ങളിൽ ഭയഭക്തി ബഹുമാനത്തോടെ വർത്തിക്കുവാൻ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.